യെസ്, ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന് വീണ്ടും SIT. പത്മകുമാർ പല ചോദ്യങ്ങൾക്കും ഇനി ഉത്തരം പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഈ വാസുവിന്റെ അറസ്റ്റിന് പിന്നാലെ അടുത്തൊരു അറസ്റ്റാണോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. എന്തായാലും ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകുന്നത് ഇദ്ദേഹത്തിന് ഇത് രണ്ടാം തവണയാണ്. പല സമയത്തും പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി, പ്രത്യേകിച്ച് ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി ഇദ്ദേഹം ഈ ചോദ്യം മുനമ്പിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു. എന്നാൽ ഇത്തവണ അത് പറ്റില്ല. ചോദ്യം ചെയ്യലിന് ഹാജരായില്ല എങ്കിൽ ഒരു അറസ്റ്റ്, ഒരു കൈവിലങ്ങ് അത് പത്മകുമാറിന് സ്വന്തമായിരിക്കും. എന്തായാലും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം വിളിച്ചു വരുത്തുന്നത് അറസ്റ്റിനെന്നാണ് നിർണായക സൂചന. ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. എന്തായാലും ഇതുവരെയും അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ല. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ അങ്ങനെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന് പത്മവ്യൂഹം തീർക്കുകയാണ് അന്വേഷണ സംഘം. വീണ്ടും SIT നോട്ടീസ് അയച്ചിരിക്കുന്നു. പല നിർണായക ചോദ്യങ്ങൾക്കും പത്മകുമാർ ഉത്തരം പറയേണ്ടി വരും. വിവരങ്ങളുമായി പ്രജിത്ത് ചേരുന്നുണ്ട്. പ്രജിത്ത്, എന്തൊക്കെ വിവരങ്ങളാകും ഇനി പത്മകുമാറിൽ നിന്നും അന്വേഷണ സംഘം ചോദിച്ചറിയുക? ഇയാൾക്കെതിരെയല്ലേ തെളിവുകളെല്ലാം? പ്രജിത്ത്, ഈ ദേവസ്വം ബോർഡിന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തതിനെല്ലാം പിന്നിൽ അന്നത്തെ ദേവസ്വം ബോർഡ് തന്നെയാണ് എന്നുള്ളത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം സ്ഥാപിച്ചത് ജനദേവിയാണ്. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ബോർഡ് രൂപീകരണ കാലത്തോട്ടുള്ള നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളിൽ നിർണായക തീരുമാനമെടുക്കുന്നത്, ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാനുള്ള ഉത്തരവിറക്കുന്നത് ദേവസ്വം സെക്രട്ടറി ആണെങ്കിലും ശരി, ആ ഉത്തരവ് എന്നുള്ളത് അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി ഇറക്കുന്ന ഉത്തരവാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിൽ എടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തിറക്കുന്ന ഉത്തരവാണ്. ഇപ്പോൾ നമ്മൾ മന്ത്രിസഭാ യോഗത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളുടെ ഉത്തരവ് പുറത്തിറക്കുന്ന ഒരു വകുപ്പ് സെക്രട്ടറി മറ്റോ ആയിരിക്കും. പക്ഷേ അതിൻ്റെ തീരുമാനത്തിൻ്റെ മുഴുവൻ ബാധ്യതയും ആ തീരുമാനം എടുക്കുന്നത് മന്ത്രിസഭാ യോഗമാണ്. സമാനമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കാര്യത്തിലും തീരുമാനം എടുക്കുന്നത് ദേവസ്വം ബോർഡാണെന്നുള്ള കാര്യത്തിൽ രേഖകളുടെ അടിസ്ഥാനത്തിൽ, നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനദേവി സ്ഥാപിച്ചതാണ്. അങ്ങനെ ഈ ദേവസ്വം ബോർഡ് ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാൻ തീരുമാനമെടുത്തതിന് പിന്നിൽ വാസുവിൻ്റെ ഇടപെടലുണ്ട്. പക്ഷേ വാസു സ്വർണം പാളികൾ മാറ്റി ചെമ്പാണെന്ന് രേഖപ്പെടുത്തി അയക്കുമ്പോഴും ദേവസ്വം ബോർഡിലെ ഉന്നതർക്ക് കൃത്യമായ ധാരണയുണ്ട്. ഇതിൽ ശബരിമലയിൽ 99-ൽ വിജയമല്യയുടെ നേതൃത്വത്തിൽ സ്വർണം പൂശിയിരുന്നു, അല്ലെങ്കിൽ സ്വർണ്ണപ്പാളികൾ പതിപ്പിച്ചിരുന്നു എന്നുള്ളത്. ആ പതിപ്പിച്ച പാളികൾക്ക് പകരം വെറും ചെമ്പ് പാളികളാണ് എന്നുള്ള പരാമർശവുമായി തങ്ങളുടെ മുന്നിലെത്തുന്ന ഉത്തരവിൽ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് അറിയാമായിരുന്നിട്ട് കൂടി അവർ അതിൽ കണ്ണടച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടമായ, അല്ലെങ്കിൽ ഗൗരവകരമായിട്ടുള്ള വിഷയമായി നിലനിൽക്കുന്നത്. ഇത് തന്നെയാണ് പത്മകുമാറുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന് അറിയേണ്ടത്. ഒന്ന്, ചെമ്പ് പാളികൾ തിരുത്തിയത്, അല്ലെങ്കിൽ ഔദ്യോഗികമായ രേഖകളിൽ തിരുത്തൽ വരുത്തിയത് N വാസുവാണെന്നുള്ള കാര്യത്തിൽ, ദേവസ്വം കമ്മീഷണറായിരിക്കുന്ന സമയത്ത് N വാസുവാണെന്നുള്ള കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് കൃത്യമായ തെളിവുകൾ ലഭിച്ചിരിക്കുന്നു, കൃത്യമായ മൊഴികൾ ലഭിച്ചിരിക്കുന്നു. ഇനി അന്വേഷണ സംഘത്തിന് അറിയേണ്ടത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള പത്മകുമാറിന് ഇതിൽ എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ്. കാരണം സ്വർണ്ണപ്പാളികൾ ചെമ്പാക്കി മാറ്റി എന്നുള്ളത്, ഒരു വ്യാജരേഖ തൻ്റെ മുന്നിൽ എത്തി എന്നുള്ള ബോധ്യം കൃത്യമായി അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടതാണ്. അദ്ദേഹത്തിന് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആ ക്ഷേത്രവും അതിൻ്റെ ആരാധനയും അതിലെ പാരമ്പര്യവും അതിൽ വന്നിരിക്കുന്ന സ്വർണത്തിൻ്റെ അളവുകളും ഒക്കെ സംബന്ധിച്ച കാര്യത്തിൽ കൃത്യമായി അറിവുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ തൻ്റെ മുന്നിലെത്തിയ വ്യാജരേഖയിൽ എന്തുകൊണ്ട് പത്മകുമാർ ഒരു സംശയം പ്രകടിപ്പിച്ചില്ല? അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്തുകൊണ്ട് ഇതിലൊരു പ്രശ്നമുണ്ട് എന്നുള്ള വിഷയം ചൂണ്ടിക്കാട്ടിയില്ല? ഇങ്ങനെ ചൂണ്ടിക്കാട്ടാതിരുന്നതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? അപ്പോൾ ശബരിമല സ്വർണ്ണക്കവർച്ചയുടെ ഗൂഢാലോചനയിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിന് പങ്കുണ്ടോ എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിലാണ് പത്മകുമാർ കൃത്യമായി മൊഴി കൊടുക്കേണ്ടത്. കാരണം നേരത്തെ ഈ ദേവസ്വം ബോർഡ്, അന്നത്തെ പത്മകുമാറിനൊപ്പം ദേവസ്വം ബോർഡ് അംഗമായിരുന്ന ശങ്കർദാസ് അടക്കമുള്ളവർ മൊഴി കൊടുത്തിട്ടുണ്ട്. N വാസുവിനൊപ്പം പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന വിജയകുമാറും മൊഴി കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത് ഈ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ തങ്ങൾ പാലിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ, അവർ കൊണ്ടുവന്ന രേഖകൾ അങ്ങ് അംഗീകരിച്ച് വിട്ടു എന്നതിനപ്പുറത്തേക്ക് ഇതിൽ തങ്ങൾക്ക് ഒരു ബാധ്യതയും ഇല്ല എന്നുള്ളതാണ്. അത് ആലോചിക്കണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പണമെടുത്ത്, ഭക്തരുടെ പണമെടുത്ത് യാത്രയും സുഖസൗകര്യങ്ങളും ഒക്കെ ലഭ്യമാകുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങൾ പറയണം, ഉദ്യോഗസ്ഥർ കൊണ്ടുവന്നതിൽ ഞങ്ങൾ അങ്ങ് ഒപ്പിട്ട് വിട്ടതേ ഉള്ളൂ, ഞങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും അറിയുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത്ര നിരുത്തരവാദപരമായ ഒരു മൊഴി നൽകി അവർക്ക് ഒഴിഞ്ഞു മാറാനാകില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു പരിശോധനയിൽ വ്യക്തമാകുന്നത്. കാരണം ഉത്തരവാദിത്തം മുഴുവൻ ഈ പറയുന്ന ദേവസ്വം ബോർഡിന് മുന്നിലാണ്, അവരുടെ മുകളിലാണ് എന്നുള്ളത് അവിടെ നിലനിൽക്കുന്നു. അങ്ങനെ വാസു നൽകിയ രേഖകളിൽ തിരുത്തൽ വരുത്തിയ രേഖകൾക്ക് അംഗീകാരം നൽകുന്നതിന് പിന്നിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? ആ ഗൂഢാലോചനയിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് ഇനി കണ്ടെത്തേണ്ടത്. ഔദ്യോഗിക
യോഗ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, രേഖകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം സാധൂകരിക്കേണ്ടതും ആ വിഷയമാണ്. ഇതിൽ മറ്റു പല ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പല കാര്യങ്ങളും അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. പ്രത്യേകിച്ച് ഒന്ന്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി പത്മകുമാർ ഇരിക്കുന്ന സമയത്ത് അന്നത്തെ ദേവസ്വം കമ്മീഷണറായി 2018 ഫെബ്രുവരി മുതൽ 2019 മാർച്ച് വരെ ഇയാൾ അവിടെ തുടരുന്നുണ്ട്, വാസു അവിടെ തുടരുന്നുണ്ട്. ഇക്കാലയളവിലാണ് ഈ സ്വർണത്തിന്റെ കാര്യങ്ങളിൽ ഈ തിരുത്തൽ വരുത്തുന്നത്. 2019 മാർച്ച് മാസമാണ്. അന്ന് മാർച്ച് 18 ഈ സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട മഹസറിലടക്കം കൃത്രിമത്വം വരുത്തുന്നതുമായി ബന്ധപ്പെട്ട എല്ലാം കൃത്യമായി വാസുവിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു എന്നുള്ള മൊഴികൾ അവിടെ നിലനിൽക്കുന്നു. അതിനൊപ്പം തന്നെ തെളിവുകളും വാസുവിന്റെ ഓഫീസിൽ നിന്ന് പോകുന്ന രേഖകളും ഒക്കെ അന്വേഷണ സംഘത്തിന് മുന്നിൽ നിലനിൽക്കുന്നു. അങ്ങനെ മാർച്ചിൽ ഈ പറയുന്ന രീതിയിൽ ക്രമക്കേട് ഉണ്ടാക്കുന്നു. ഈ പറയുന്ന രീതിയിൽ സ്വർണ്ണപ്പാളികൾ ചെമ്പായി രേഖപ്പെടുത്തിയ ശേഷം മാർച്ച് മാസം അവസാനമാകുമ്പോഴേക്കും വാസു വിരമിക്കുകയും ചെയ്യുന്നു. അത്രയും നാൾ ആ ശബരിമലയുമായി ബന്ധപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഒന്നിച്ചു നിന്ന് തീരുമാനമെടുത്തിരുന്നത് വാസുവും പത്മകുമാറുമാണ്. ഈ വാസു പിന്നീട് പത്മകുമാർ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സ്ഥാനമൊഴിയുമ്പോൾ വാസു അവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വരുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു തുടർച്ചയാണോ, ഇതെല്ലാം തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണോ എന്നതിലടക്കം അന്വേഷണ സംഘത്തിന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. അന്വേഷണ സംഘത്തിന്റെ മുന്നിലേക്ക് പത്മകുമാർ എത്തുമ്പോൾ പത്മകുമാറിന് മറുപടി പറഞ്ഞേ കഴിയൂ. എന്തുകൊണ്ട് വാസു ചെമ്പെന്ന് തിരുത്തിയ രേഖകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു എതിരഭിപ്രായം രേഖപ്പെടുത്താതിരുന്നു? ശബരിമലയിൽ സ്വർണ്ണപ്പാളികൾ പതിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ബോധ്യമുണ്ടായിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മനഃപൂർവ്വമാണോ അങ്ങനെ ഒരു ക്രമക്കേട് കണ്ടിട്ടും മിണ്ടാതിരുന്നത്, മൗനം പാലിച്ചത്? അതിന് പിന്നിൽ വാസുവുമായി ചേർന്നിട്ടുള്ള ഗൂഢാലോചനയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് പത്മകുമാർ അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ചോദ്യങ്ങൾ നേരിടേണ്ടി വരിക. ആ ചോദ്യങ്ങൾക്കൊടുവിൽ പത്മകുമാർ നൽകുന്ന മൊഴി, അതോടൊപ്പം തന്നെ രേഖകൾ, അതോടൊപ്പം മറ്റു കൂട്ടുപ്രതികൾ നൽകുന്ന മൊഴി, ഇതെല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോഴാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക്, നടപടിയിലേക്ക് അന്വേഷണ സംഘം ഈ ചോദ്യം ചെയ്യലിനൊടുവിൽ പോകുമോ എന്നുള്ളത്. ഒരുപക്ഷെ ചോദ്യം ചെയ്യൽ ഇനിയും പത്മകുമാർ ഹാജരാകാത്ത സാഹചര്യം ഉണ്ടായാൽ അന്വേഷണ സംഘം പത്മകുമാറിനെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതിലും തർക്കമില്ല. അശ്വതി. അതെ പ്രജിത്ത്, അത് തന്നെയാണ് മനസ്സിലാകുന്നത്. എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിന് വീണ്ടും SIT നോട്ടീസ് അയച്ചിരിക്കുന്നു. ചോദ്യം ചെയ്യാനാണ് നോട്ടീസ് നൽകുന്നത്. ഇത് 2ാം തവണയാണ്. പലതവണയും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി അദ്ദേഹം ഹാജരായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്നത് അറസ്റ്റിനെന്നാണ് വരുന്ന ഏറ്റവും പുതിയ സൂചന.